ലോക ടെസ്റ്റ് ക്രിക്കറ്റിൽ ദക്ഷിണാഫ്രിക്ക ചാമ്പ്യന്മാരായിരിക്കുന്നു എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത വരികയാണ്. സോണൽ കൃഷ്ണ വിവരങ്ങളുമായി ചേർന്നുണ്ട്. സോണൽ, വിശദാംശങ്ങൾ പറയൂ. സന്ധ്യ, ഇല്ലാത്തതിന്റെ പേരിൽ ക്രൂശിക്കപ്പെട്ട പലരും പിന്നീട് തിരിച്ചു വന്ന് കപ്പെടുത്ത വർഷം കൂടിയാണിത്. അതായത് IPL RCB കപ്പടിച്ചതിന് പിന്നാലെ ഇപ്പോഴിതാ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ചരിത്ര വിജയം കുറിച്ചിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്ക. എന്തായാലും തകർത്ത വിജയം തന്നെ കൈവരിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രധാനമായി പറയേണ്ടത് കളിയിലെ താരങ്ങൾ, അതായത് ഏറ്റവും പ്രധാനമായി നമുക്ക് മാവുമ്മയെ എടുത്ത് പറയാം. കാലിന് പരിക്കേൽക്കുന്ന സാഹചര്യം വരെ വന്നിട്ടും ടീമിന് വേണ്ടി ഗ്രീസിൽ നിന്ന് പൊരുതിയ താരം തന്നെയാണ് അദ്ദേഹം. അതിനോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റ് താരങ്ങളൊക്കെ തന്നെ ഏറ്റവും പ്രധാനമായ തങ്ങളുടെ കഴിവുറ്റ പ്രകടനം തന്നെ കാഴ്ചവെച്ചു. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബാറ്റ്സ്മാൻമാർ ഗ്രീസിൽ നിൽക്കുന്നു. അതിന് പിന്നാലെ ഏത് തരത്തിലുള്ള സമ്മർദ്ദങ്ങളെ വഴങ്ങിയും ആ ബോളുകളെല്ലാം തന്നെ കൃത്യമായി പടുത്തുയർത്തി തങ്ങളെ വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി പറയേണ്ടത്. ഇതിൽ മക്രംത്തിൻ്റെ പ്രകടനം ഏറ്റവും പ്രധാനമായി പറയേണ്ടതാണ്. അവസാനം, അതായത് വിജയത്തിന് തൊട്ടരുകെ അവസാനം അദ്ദേഹം ആ ഗ്രൗണ്ടിൽ നിന്ന് വിക്കറ്റായി പുറത്തു പോകുന്ന കാഴ്ച ഒരുപാട്, അതായത് കായിക പ്രേമികളെ തന്നെ വേദനിപ്പിച്ച കാഴ്ചയായിട്ട് നമുക്ക് പറയേണ്ടി വരും. അതായത് 207 പന്തിൽ 136 റൺസ് സ്വന്തമാക്കിയ മാർക്രം തന്നെയാണ് കളിയിലെ താരമെന്ന് നമുക്ക് പറഞ്ഞു വെക്കേണ്ടി വരും. അദ്ദേഹം അവസാന നിമിഷം വിജയത്തിനോട് തൊട്ടരികെ നിൽക്കുന്ന സമയത്താണ് വിക്കറ്റായി പുറത്തു പോകുന്നത്. എന്തായാലും ആ ചരിത്ര വിജയം സംഭവിച്ചിരിക്കുന്നു. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഒരുപാട് വിമർശനങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന ആ ടീം ദക്ഷിണാഫ്രിക്ക ഇപ്പോഴിതാ ചാമ്പ്യന്മാരായി തങ്ങളുടെ ഒരു ആഹ്ലാദം പങ്കുവയ്ക്കുന്ന കാഴ്ച എന്ന് നമുക്ക് ആവർത്തിച്ച് പറയേണ്ടി വരും.